ഫ്രണ്ട്സ്, ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വേക്കൻസിയുടെ ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അസിസ്റ്റൻറ്റ് ഡ്രഗ് ഇൻസ്പെക്ടർ അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഈ രണ്ട് കാറ്റഗറിയുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ട്. റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ട്, മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ തിരിച്ചും മെമ്പേഴ്സ് ഓൺലി വീഡിയോസ്, എക്സാം അപ്ഡേഷൻ മറ്റു കാര്യങ്ങളൊക്കെ മെമ്പേഴ്സ് ഓൺലി ആയിട്ടും ചെയ്യുന്നതാണ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ, നമ്മുടെ CMDയുടേതാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ May 6 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള കൂടെ കാണാം. അതിലേക്കുള്ള കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയിലേക്കാണ്. അപ്പോൾ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ അതിലെ വിവിധ പ്രൊജക്റ്റുകളിലേക്കൊക്കെ ആയിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് 6/5 മുതൽ നിങ്ങൾക്ക് 21/5/2026 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഡ്രഗ് ഇൻസ്പെക്ടർ 30 വേക്കൻസി ഉണ്ട്. അതിൽ തിരുവനന്തപുരം 6, കൊല്ലം 3 അങ്ങനെ നിങ്ങൾക്ക് വിവിധ ജില്ലകളിലായിട്ട് വേക്കൻസികളോട് ലിസ്റ്റ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ഫാർമസി ആണ്. അപ്പോൾ ഫാർമസിയിലുള്ള ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഇതിൽ ഈ പറയുന്ന ഫാർമസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ചും പാടെ മുൻഗണന അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി ഒക്കെ ലഭിക്കും. അത് ഡിസൈറബിൾ ആയിട്ടുള്ളതാണ്, പറഞ്ഞ നിർബന്ധമില്ല. നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ഫാർമസി ആണ് ഇതിലേക്ക് B.Pharm ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഉയർന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്, നിർബന്ധമില്ല. ഓക്കെ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന ഫാർമസിയിലുള്ള ബിരുദമാണ്. ഇതിന് വേണ്ട സ്കിൽ സെറ്റ് മിനിമം നമുക്ക് വേണ്ട കാര്യങ്ങൾക്കൂടെ പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 17 മാസത്തേക്കാണ്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയാണ് എന്ത് ചെയ്യുക അതിൻ്റെ ഡ്യൂറേഷൻ വരിക. അത് മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ മന്തിൽ നിങ്ങൾക്ക് 30,000 രൂപ പെർ മന്താണ് ലഭിക്കുക. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി പോസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. 10 വേക്കൻസി. ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ജില്ലകളിലായിട്ട് വേക്കൻസികളോടെ കാണാം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, PG ഡിപ്ലോമ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള PG ഡിപ്ലോമയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമയോ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ നിങ്ങൾക്ക് ഡിഗ്രിയുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു വർഷത്തെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുള്ള എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ MS ഓഫീസും കമ്പ്യൂട്ടർ ഓപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ KGT ലോവർ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ചും കൂടെ മുൻഗണന നിങ്ങൾക്ക് ലഭിക്കും. നിർബന്ധമില്ല, ഡിസൈറബിൾ ആണ്, നിർബന്ധമില്ല, മാൻഡറ്ററി അല്ല. ഇത് ഈ പറയുന്ന രണ്ട് ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, അപ്ലൈ ചെയ്യാം. 24,000 പെർ മന്ത് ലഭിക്കും. 40 വയസ്സിലുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയറിലേക്കാണ് എടുക്കുന്നത്. മേ ബി എന്താണ് അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് റിക്വയർമെൻറ്റിന് അനുസരിച്ച്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് പാസ്വേഡ് ഫോട്ടോഗ്രാഫ് 200 KB ഉള്ളിലായിരിക്കണം. സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ 50 KB ഉള്ളിലായിരിക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി ലിങ്കിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കും, അപ്ലൈ ആവുന്ന പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് കേരള ജോബ്സ് എന്നിട്ട് 2026 കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺ ഉണ്ട്. ഇതിലൊക്കെ ഫോളോ ചെയ്യാൻ മറ്റു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും നിങ്ങൾക്ക്. ഏറ്റവും താഴത്ത് സ്ക്രോൾ ഡൗൺ ചെയ്തത് ഒരു ടേബിളാണ്. നിങ്ങൾക്ക് ഏറ്റവും താഴത്തെ ടേബിളിൻ്റെ CMD കേരള റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഏറ്റവും താഴെ കാണാം. ഇതിന് മുകളിലായിട്ടൊക്കെ നിങ്ങൾക്ക് മറ്റു ഷോർട്ട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ CMD കേരള റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലിക്കേഷൻ ഫോം ലഭിക്കണമെങ്കിൽ അപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് ഓപ്പൺ ആക്കാം. ജസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ ഈ പേജിൽ എനിക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ കാണാം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കാണാം. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 പോസ്റ്റാണല്ലോ, അസിസ്റ്റൻറ്റ് ഡ്രഗ്സ് ഇൻസ്പെക്ടറും അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡ്രഗ്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് അപേക്ഷ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേര്, പോസ്റ്റ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഇവിടെ കാണിക്കും, അതെന്നാണെന്ന് ഉറപ്പുവരുത്താം. അതിനുശേഷം നമ്മൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, ബേസിക് ഡീറ്റെയിൽസ് ആണ്. അതിലും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. അഡ്രസ്സ്, പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾ കൊടുക്കുമ്പം നിങ്ങൾക്ക് അതിലേക്ക് ഓരോന്നും കൊടുക്കുക. 10th മുതൽ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ് വിത്ത് ഹയസ്റ്റ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കണേ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് കൊടുക്കണം.
അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ആദ്യം കൊടുക്കുക, എന്നിട്ട് അതിന് ശേഷം ഇവിടെ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം +2 അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് 10th ഡീറ്റെയിൽസ് കൊടുക്കാം. IS ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് ആദ്യം കൊടുക്കണം. നിങ്ങൾ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തന്നെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഈ ബ്ലൂ കളർ കാണും, ബ്ലൂ കളർ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, PDF നമ്മൾ അപ്ലോഡ് ചെയ്യാം, നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ആക്കി വെച്ചാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മൾ ആഡ് കൊടുക്കുക, സേവ് ആയി വരും. വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് കോളംസ് ഉണ്ടാവും, നിങ്ങൾ +2 ഡീറ്റെയിൽസ് കൊടുക്കാൻ ആഡ് ചെയ്യുക. അതിനുശേഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ബ്ലൂ കളർ കാണുന്നത്, ഇവിടെയാണ് നമ്മൾ ഫോട്ടോ. ഓക്കെ, അത് നമ്മൾ 6 മന്ത് എടുത്ത പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതുപോലെ സിഗ്നേച്ചർ നമ്മൾ ഇവിടെ ബ്ലൂ ക്ലിക്ക് ചെയ്താൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. ഡിക്ലറേഷൻ വായിക്കാം, എല്ലാം സബ്മിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ സിംഗിൾ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും പറ്റും. താങ്ക് യു.